അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ തജ്വീദിലെ 2ാമത്തെ പാഠം അഹ്കാമുൽ മീമി സാക്കിനത്തി, സുക്കൂനുള്ള മീമിൻ്റെ വിധികൾ. ഈ പാഠത്തിലൂടെ സാക്കിനായ മീമിൻ്റെ വിധി നമുക്ക് കൃത്യമായിട്ട് തെറ്റുകൂടാതെ ഓരോന്നിൻ്റെയും ഉദാഹരണം വീതം പഠിക്കാം. അപ്പോൾ ഈ പാഠത്തിലൂടെ പറയുന്ന തദ്രീബാത്ത്, അതുപോലെ തന്നെ എന്താണ് സാക്കിനായ മീമിൻ്റെ വിധികൾ എന്നൊക്കെ കൃത്യമായിട്ട് വീഡിയോ പറയുന്നുണ്ട്, മുഴുവനായും കാണും. അപ്പം അതിന് മുമ്പായിട്ട് എന്താണ് ഈ പാഠത്തിലൂടെ പറയുന്നതെന്ന് ചുരുക്കി പറയാം. നമുക്കറിയാം, അറബിയിൽ 28 അക്ഷരങ്ങളുണ്ട്. 28 അക്ഷരങ്ങളുണ്ട്. അതിൽ നിന്ന് ബാ, അതുപോലെ തന്നെ മീമ്, ബാവും മീമും, ഈ 2 അക്ഷരം ഒഴികെ സാക്കിനായ മീമിന് ശേഷം സുക്കൂനുള്ള മീമ് ചിലപ്പോൾ 2 തരത്തിൽ വരും. അതായത് ഒന്നില്ലെങ്കിൽ മീമിൻ്റെ മുകളിൽ സുക്കൂൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും, ഖുർആനിലൊക്കെ നോക്കിയാൽ കാണാം. എന്നാൽ ചില സ്ഥലങ്ങളിലോ സുക്കൂനുള്ള മീം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മുകളിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതും എന്താണ്, സുക്കൂനുള്ള മീമ് തന്നെയാണ്. മീമിൻ്റെ മുകളിൽ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, ഫതഹും ഉണ്ടാവില്ല, കെസറും ഉണ്ടാവില്ല, ലൊമ്മും ഉണ്ടാവില്ല, സുക്കൂനും ഉണ്ടാവില്ല. അതും സാക്കിനായ മീമാണ്. അപ്പോൾ ഈ സാക്കിനായ മീമിന് ശേഷം വരാൻ പാടില്ലാത്ത 2 അക്ഷരങ്ങളാണുള്ളത്. അറബി അക്ഷരങ്ങളിൽ 2 അക്ഷരങ്ങൾ. ഈ 2 അക്ഷരങ്ങളല്ലാത്ത ഏത് അക്ഷരം വന്നാലും അവിടെ ഇൽഹാർ ചെയ്യണം. ഇനി വരാൻ പാടില്ലാത്ത 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ബാ, അതുപോലെ മീമ്, ഈ 2 അക്ഷരങ്ങളാണ്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ബാവും മീമും വരാൻ പാടില്ല. ഈ 2 അക്ഷരങ്ങൾ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അവിടെ എന്ത് ചെയ്യണം, ഇൽഹാറാക്കി ഓതണം. അതാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. പാഠം 2, അഹ്കാമുൽ മീമി സാക്കിനത്തി, സുക്കൂനുള്ള മീമിൻ്റെ വിധികൾ. 3 വിധികളാണ് സുക്കൂനുള്ള മീമിന് ശേഷമുള്ളത്. സുക്കൂനുള്ള മീമിന് ശേഷം 3 വിധികൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തെ വിധിയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ആ വിധിക്ക് പറയുന്നത് ഇൽഹാർ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികൾ. അതും ഇതുമായിട്ട് എന്ത് ചെയ്യരുത്, യോജിപ്പിക്കരുത്. കാരണം അവിടെ ഇൽഹാറിൻ്റെ അക്ഷരവും ഇവിടെ ഇൽഹാറിൻ്റെ അക്ഷരവും മാറ്റമുണ്ട്. അതിന് എന്ത് ചെയ്യണ്ട, ഇതിലേക്ക് ചേർക്കണ്ട. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഉദാഹരണം നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകുന്തും അസ്വാജൻ സലാസ. ഇവിടെ ഈ ഉദാഹരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ മീമിന് സുക്കൂനാണ്. വകുന്തും എന്ന് പറയുന്ന സ്ഥലത്ത് മീമിന് സുക്കൂനാണ്. തൊട്ടടുത്തുള്ളതോ ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഇൽഹാർ ചെയ്യുക. കാരണം 26 അക്ഷരത്തിൽ പെട്ട അക്ഷരമാണ് ഹംസ. വരാൻ പാടില്ലാത്ത 2 അക്ഷരങ്ങളാണ് പറഞ്ഞത്, ബാവും മീമും. ഇത് രണ്ടും വരാൻ പാടില്ല. സുക്കൂനുള്ള മീമിന് ശേഷം ബാവും വരാൻ പാടില്ല, മീമും വരാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ വേറെ നിയമമാണ് വരിക. അതൊക്കെ അടുത്ത പാഠത്തിലൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വന്നു, അസ്വാജൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇൽഹാർ ചെയ്യണം. വകുന്തും അസ്വാജൻ, കണ്ടില്ലേ, അവിടെ മണിക്കാൻ പാടില്ല. വകുന്തും അസ്വാജൻ. അതുപോലെ രണ്ടാമത്തെ ഉദാഹരണം, ലിനജ്അലഹാ ലക്കും തദ്കിറതൻ വതഇയഹാ. ഇപ്പോൾ ഓതിയ ആയത്തിൽ സുക്കൂനുള്ള മീമ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ സുക്കൂനുള്ള മീമിന് ശേഷം ഏതക്ഷരം വന്നിട്ടുള്ളത്, ത ആണ്. ലക്കും തദ്കിറതൻ, ഇവിടെ ഇൽഹാർ ചെയ്തിട്ടാണ് ഓതിയിട്ടുള്ളത്, അല്ലാതെ മടിച്ചിട്ടില്ല. ലക്കും തദ്കിറതൻ, അവിടെ എങ്ങനെയല്ല ഓതേണ്ടത്, ലക്കും തദ്കിറതൻ. അവിടെ ഇൽഹാർ ചെയ്ത് ഓതണം. ഇവിടെ മീമിന് ശേഷം ബാവും വന്നിട്ടില്ല, അതുപോലെ മീമും വന്നിട്ടില്ല.
ഇവിടെ ഏത് അക്ഷരം വന്നത്? സാക്കിന മീമിന് ശേഷം ത ആണ്. അപ്പോൾ ഇൽഹാർ ചെയ്യാം. ഇനി അതുപോലെ അടുത്ത ഉദാഹരണം. വകുല്ലൻ ളറബ്നാ ലഹുൽ അംസാല വകുല്ലൻ തബ്ബർനാ തത്ബീറാ. ഈ ഓതിയ ആയത്തിൽ സുക്കൂള്ള മീം എവിടെയാണ്? അംസാല. അതിൽ സുക്കൂള്ള മീമിന് ശേഷം വന്ന അക്ഷരം ത. അപ്പോൾ ബാവും വന്നിട്ടില്ല, മീമും വന്നിട്ടില്ല, ത ആണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. അതുപോലെ അടുത്ത ആയത്തിൽ ثم إني دعوتهم جهارا. ഇവിടെയോ സുക്കൂള്ള മീം എവിടെയാണ്? ദഅൗതുഹും. സുക്കൂള്ള മീമിന് ശേഷം വന്ന അക്ഷരം ജീമാണ്. 26 അക്ഷരത്തിൽപ്പെട്ടതാണ് ജീം. അപ്പോൾ അവിടെ നിങ്ങൾ ഇൽഹാർ ചെയ്യാം. ദഅൗതുഹും ജിഹാറാ. അടുത്ത ഉദാഹരണം. അല്ലദീന ഹും ഫീ ഗംറത്തിൻ സാഹൂൻ. ഈ ഓതിയ ആയത്തിൽ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് അല്ലദീന ഹും, അവിടെ സാക്കിനായ മീമാണ്. അതിനുശേഷം ഫ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യുക. ഹും ഫീ. അതുപോലെ ഗംറത്തിൻ, അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം റ ആണ് വന്നിട്ടുള്ളത്. ഇനി അവസാനത്തെ ഉദാഹരണം. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഈ പറഞ്ഞ ആയത്തിൽ സുക്കൂള്ള മീം അലൈഹിം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷം വന്ന അക്ഷരം വാവാണ്. അലൈഹിം വിൽദാനുൻ. ഈ ഓതി ആയത്തിൽ എവിടെയും സുക്കൂള്ള മീമിന് ശേഷം ബാവും വന്നിട്ടില്ല, മീമും വന്നിട്ടില്ല. ഇനി പാഠഭാഗത്തിൽ ആ വരികളൊന്ന് നോക്കാം. മുകളിൽ ആദ്യത്തെ 4 ഉദാഹരണങ്ങൾ കാണുക. സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ്, ത, സ, ജീം എന്നീ അക്ഷരങ്ങളാണ് വന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം നിങ്ങൾക്ക് കാണാം മുകളിലെ ഉദാഹരണങ്ങളിൽ. അതുപോലെ റ വന്നിട്ടുണ്ട്, ഫ വന്നിട്ടുണ്ട്, വാവ് വന്നിട്ടുണ്ട്. അതൊന്നും പാഠത്തിൽ കൊടുത്തിട്ടില്ല. ഇനി പറയുന്നത് പ്രധാനപ്പെട്ട വരിയാണ്. ബ, മീം അല്ലാത്ത 26 അക്ഷരങ്ങൾ വന്നാലും സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. എന്ത് ചെയ്യരുത്? മണിക്കരുത്. ഇതിന് ഇൽഹാർ എന്ന് പറയും. അപ്പം എന്താണ് ഇൽഹാർ? ബാ, മീം അല്ലാത്ത 26 അക്ഷരങ്ങൾ. ഈ ബാവും മീമും അല്ലാത്ത എത്ര അക്ഷരങ്ങളുണ്ട്? 26 അറബിയിൽ. അപ്പോൾ ആ അക്ഷരങ്ങൾ ഏത് വന്നാലും സുക്കൂനുള്ള മീമിന് ശേഷം ഈ 2 അക്ഷരമല്ലാത്ത 26 അക്ഷരങ്ങളിൽ ഏത് അക്ഷരം വന്നാലും സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. അവിടെ എന്ത് ചെയ്യരുത്? മണിക്കരുത്. നമ്മൾ പറഞ്ഞില്ലേ വകുന്തും അസ്വാജൻ. അവിടെ എന്ത് ചെയ്തു? വ്യക്തമായി ഉച്ചരിച്ചു വകുന്തും അസ്വാജൻ. മറിച്ച് എന്ത് ചെയ്യരുത്? അവിടെ വകുന്തും ഇതുപോലെ മണിക്കരുത്. എന്താ ചെയ്യേണ്ടത്? അവിടെ വ്യക്തമായി ഉച്ചരിക്കുക. അപ്പം എന്താണ് ഇൽഹാർ എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ബ, മീം അല്ലാത്ത 26 അക്ഷരങ്ങൾ വന്നാലും സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. ഇനി അവസാനത്തെ 2 ഉദാഹരണങ്ങളിൽ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വന്നത് ഫ, വാവ് ഇവയിലൊന്നാണ്. ഇവിടെ മീമിനെ ശ്രദ്ധാപൂർവം വ്യക്തമാക്കണം. ഏതുപോലെ അല്ലദീനഹും ശേഷം എന്താണ്? ഫി അല്ലേ? അല്ലദീനഹും ഫീ. അതുപോലെ ഫി ഗംറത്തിൻ, ഗംറത്തിൻ. ഈ 2 സ്ഥലങ്ങളിലും വ്യക്തമായി ഉച്ചരിക്കണം. ശ്രദ്ധാപൂർവം വ്യക്തമായി ഉച്ചരിക്കണം. കാരണം ഫ, വാവ്, മീം ഇവ 3ഉം ചുണ്ടിൽ നിന്നാണ് വരുന്നത്. വാ ചുണ്ട് കൊണ്ടല്ലേ? ചുണ്ട് മുട്ടാതെ വാ പറയാൻ വയ്ക്കുമോ?
ഇല്ല എന്ന് പറഞ്ഞു നോക്കൂ, ഏക്കൂല. അതുപോലെ ഫ ഫ ഫ ഫ എന്ത് ചെയ്യാണ്? പല്ല് ചുണ്ടുമ തട്ടിച്ചിട്ട് പറയുന്നതാണ് ഫ ഫ. അതുപോലെ മീം, ചുണ്ട് പൂട്ടുമ്പോൾ മീം. ഇത് 3 എവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്? ചുണ്ടിൽ വരുന്ന അക്ഷരങ്ങളാണ്, ചുണ്ടിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കും. ചുണ്ടിൽ നിന്നും വരുന്ന 3 അക്ഷരങ്ങൾ ഏതാണ്? ഫ, വാവ്, മീം. ഇത് പൂരിപ്പിക്കാനും വരും കേട്ടോ. ഫ, വാവ്, മീം അവിടെ എന്ത് ചെയ്യും? വിട്ടിട്ടുണ്ടാവും. ഇവ 3ഉം ചുണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം, ഫ, വാവ്, മീം. ഇനി അതിനാൽ മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. ഈ അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഹും, ഫീ എന്ന് പറയുമ്പോൾ മീം അവിടെ ഉച്ചരിക്കാതെ പോകാൻ സാധ്യതയുണ്ട്, കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ സുക്കൂനുള്ള മീമിന് 2 നിയമങ്ങളും കൂടിയുണ്ട്. അത് അടുത്ത പാഠത്തിൽ പഠിക്കാം. ഇപ്പം സുക്കൂനുള്ള മീമിന് ശേഷമുള്ള 1ാമത്തെ നിയമം ഇദ്ഹാർ. അതാണ് ഈ പാഠത്തിലൂടെ പഠിച്ചത്. ഇതുപോലെ 2 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്ത് ചെയ്യും? അടുത്ത പാഠത്തിൽ പഠിക്കും. അതിനാണ് നമ്മൾ 2 അക്ഷരം ഒഴിവാക്കിയത്. ഏതൊക്കെയാണ്? ബാ ഉം മീമും. ബാ വേറൊരു നിയമമാണ്, മീം വേറൊരു നിയമമാണ്. അതുകൊണ്ട് നമ്മൾ 2 അക്ഷരത്തെ ഒഴിവാക്കിയത്. ഈ 2 അക്ഷരമില്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും അവിടെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഇനി നമുക്ക് പാഠഭാഗത്തിൽ തദ്രീബാത്ത് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം കണ്ടുപിടിക്കാം. താഴെ പറയുന്ന ഹർഫുകളുടെ ഓരോ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിച്ചു എഴുതുക. ഉസ്താദ് പരിശോധിച്ചു മാർക്ക് നൽകട്ടെ. അപ്പോൾ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഒന്നാമത്തത് ഹ. ഹഇൻ്റെ ഖുർആനിലുള്ള ഒരായത്ത് ഇവിടെ ഓതുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത. ഇവിടെ സുക്കൂനുള്ള മീം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സുക്കൂനുള്ള മീമിന് ശേഷം എന്ന അക്ഷരം ഹ. ഇവിടെ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. അം ഹസിബ്തും. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അം ഹസിബ്തും മണിക്കാൻ പാടില്ല. രണ്ടാമത്തെ അക്ഷരം ഖ. അതിനുള്ള ഉദാഹരണം അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ. അം ഖലഖ്ന സുക്കൂനുള്ള മീമിന് ശേഷം ഖ വന്നു, അവിടെ ഇൽഹാർ ചെയ്യാം. അടുത്ത ഉദാഹരണം ദാൽ. വ അംദദ്നാകും ബി അംവാലിൻ വബനീൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ദാൽ വന്നു, നിങ്ങൾക്ക് കാണാം. അപ്പം ഇവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം, മണിക്കാൻ പാടില്ല. ഇനി അടുത്തത് ദാൽ. വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ദാൽ വന്നു, വ്യക്തമാക്കണം. വത്തബഅതുഹും ദുർരിയ്യതുഹും. അടുത്ത അക്ഷരം റാ. وإذا قضى أمرا فإنما يقول له كن فيكون. സുക്കൂനുള്ള മീമിന് ശേഷം റാ വന്നു. അടുത്ത അക്ഷരം സായ്. ഇല്ലാ റംസൻ വദ്കുർ റബ്ബക കസീറാ. യോദ്യ സ്ഥലത്ത് സുക്കൂനുള്ള മീമിന് ശേഷം സായ് വന്നു. അപ്പം അവിടെ സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. അടുത്ത അക്ഷരം സീൻ. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. സുക്കൂനുള്ള മീമിന് ശേഷം സീൻ വന്നു. തുംസൂന. തുംസൂന എന്ന് ഓതാൻ പാടില്ല, തുംസൂന. അടുത്ത അക്ഷരം ഷീൻ. ഫംശൂ ഫീ മനാഖിബിഹാ. ഇവിടെ സുക്കൂന മീമിന് ശേഷം ഷീന് വന്നു. അടുത്തത് സ്വാദ്. സ്വാദിനുള്ള ഉദാഹരണം
ഇദ് ഖാല ലഹും അഖൂഹും സ്വാലിഹുൻ അലാ തത്തഖൂൻ. ഇവിടെ അഖൂഹും സ്വാലിഹുൻ ഇവിടെ ഇദ്ഹാറാക്കി, മീമിന് ശേഷം സ്വാദാണ് വന്നിട്ടുള്ളത്. അടുത്തത് ളാദ്. അതിനുള്ള ഉദാഹരണം വംലു ഹൈസു തുഅ്മറൂൻ. വംലു സുക്കൂനുള്ള മീമിന് ശേഷം ളാദ് വന്നു. വംലു ഇപ്പോൾ മീമിനെ വെളിവാക്കി. അടുത്തത് ത്വാ. وأمطرنا عليهم حجارة من سجيل. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ത്വാ വന്നു. ഇനി അടുത്ത് ലാ. ലാഇൻ്റെ ഉദാഹരണം فأخذهم الطوفان وهم ظالمون. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ലാ വന്നു. അടുത്തത് ഐന്. ഐനിൻ്റെ ഉദാഹരണം ഖുർആനിൽ കാണാം. ഫഖത്തഅ അംആഅഹും. സുക്കൂനുള്ള മീമിന് ശേഷം ഐന് വന്നു. അടുത്ത ഉദാഹരണം ഗൈനിൻ്റെയാണ്. മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് സുക്കൂനുള്ള മീമ് വന്നിട്ടുണ്ട്. മാ മലകത് ഐമാനുഹും സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നിട്ടുണ്ട്. അതുപോലെ ഫഇന്നഹും ഗൈറു അവിടെ സുക്കൂണിന് ശേഷം ഗൈന് വന്നു. ഇവിടുത്തെ ഉദാഹരണം ഗൈനിൻ്റെയാണ്. ഇനി ഫഇൻ്റെ ലഹും ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. ഇവിടെ വഹും ഫീഹാ സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നു. അടുത്തത് ഖാഫ്. അതവാസൗ ബിഹി ബൽ ഹും ഖൗമുൻ ത്വാഗൂൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഖാഫ് വന്നു. അപ്പോൾ മീമിനെ വ്യക്തമാക്കി ഉച്ചരിച്ചു. അടുത്തത് കാഫ്. ഫയംകുസു ഫിൽ അർളി. ഫയംകുസു ഫിൽ അർളി സുക്കൂനുള്ള മീമിന് ശേഷം കാഫ് വന്നിട്ടുണ്ട്. യംകുസു. അടുത്തത് ലാമ്. അംലൈതു ലഹാ വഹിയ ളാലിമതുൻ. അംലൈതു ലഹാ വഹിയ ളാലിമതുൻ സുക്കൂനുള്ള മീമിന് ശേഷം ലാമ് വന്നു. അടുത്തത് നൂന്. അലം യകു നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ സുക്കൂനുള്ള മീമിന് ശേഷം നൂന്. അടുത്തത് ഹ. ഫലി അൻഫുസിഹിം യംഹദൂൻ. ഫലി അൻഫുസിഹിം യംഹദൂൻ സുക്കൂനുള്ള മീമിന് ശേഷം ഹ വന്നു. അവസാനത്തത് യാ. അം യുരീദൂന കൈദ. അം യുരീദൂന കൈദ സുക്കൂനുള്ള മീമിന് ശേഷം യാ. അടുത്ത പ്രവർത്തനം ഉത്തരം പറയാം. രണ്ടാമത്തെ പ്രവർത്തനമാണ്. അതിലൊന്നാമത്തെ ചോദ്യം, സാക്കിനായ മീമിൻ്റെ വിധികൾ എത്ര? സാക്കിനായ മീമിൻ്റെ വിധികൾ എത്ര? എത്രയാണ്? 3. ഒന്ന് നമ്മൾ ഇൽഹാർ പഠിച്ചു, ബാക്കി 2 ഉണ്ടെന്ന് പാഠത്തിലൂടെ പറഞ്ഞു. പിന്നെ 2, രണ്ടാമത്തെ ചോദ്യം, ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? 26. ബാഉം മീമും ഒഴിച്ചുള്ള 26 അക്ഷരങ്ങളാണ് ഇൽഹാറിനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാഠത്തിലെ തദ്രീബാത്തും മറ്റും. ഇതിൽ ഓരോന്നിനും ഉദാഹരണം ചിലപ്പോൾ ചോദിക്കും. സാക്കിനായ മീമിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നതിന് ഉദാഹരണം ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഈ 2 ഉദാഹരണം വെച്ചാൽ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ ഫ, വാവ്, മീമ് ഇവ 3ഉം ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ 3ഉം എഴുതുക. പിന്നെ എന്താണ് ഇൽഹാർ അതവിടെ പറയുന്നുണ്ട്.
ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും വരികളൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.